നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ UAE-യിലും സമുചിതമായാണ് ആഘോഷിച്ചത്. ആഘോഷങ്ങൾക്കൊപ്പം മന്ത്രി എസ് ജയശങ്കറിൻ്റെ UAE സന്ദർശനവും ശ്രദ്ധേയമായി. കടലിനിക്കരയാണെങ്കിലും പിറന്ന നാടിൻ്റെ ഓരോ ആഘോഷങ്ങളും പ്രവാസികൾ നെഞ്ചേറ്റുമെന്ന് ഉറപ്പാണ്. ആ പതിവ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിലും മാറ്റമുണ്ടായില്ല. ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ UAE-യുടെ വിവിധയിടങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ രാവിലെ 7:30 കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം കോൺസുൽ ജനറൽ വായിച്ചു. The wonderful turnout for the 76th Republic Day celebrations at the consulate. This shows the strength of Indian diaspora, particularly in UAE. Their contributions is adding a lot of pride to our country. This year, we also had the community's best aspect of community coming out during the amnesty. So during my speech, I had the opportunity to thank each and every community association who had partnered with the consulate. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ ഒരു ഓർമ്മ മാത്രമാണ് റിപ്പബ്ലിക് ഡേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ എല്ലാവരുമായിട്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് ആൾക്കാർ, ഡിഫറെൻറ്റ് സൊസൈറ്റി എല്ലാവരുമായിട്ട് ആഘോഷിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഈ ഒരു വേളയിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഇന്ത്യൻ ജനതയ്ക്കും, പ്രത്യേകിച്ച് നേഴ്സിംഗ് സമൂഹത്തിനും എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലിയുടെ റിപ്പബ്ലിക് ദിനാന ആശംസകൾ. അബുദാബി ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും സാധാരണക്കാരും വിവിധ സ്കൂൾ വിദ്യാർത്ഥികളുമെല്ലാം നയതന്ത്ര കാര്യാലയങ്ങളിൽ നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തു. അബുദാബിയിൽ ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും പങ്കെടുത്തു. സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക്, വ്യവസായ നൂതന സാങ്കേതിക മന്ത്രി ഡോക്ടർ സുൽത്താൻ ജാബിർ, വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ താനി സയൂദി ഉൾപ്പെടെ ഒട്ടേറെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. 3 ദിവസമാണ് മന്ത്രി UAE-യിൽ സന്ദർശനം നടത്തിയത്. 2024 ജൂണിൽ വിദേശകാര്യമന്ത്രിയായി വീണ്ടും നിയമിതനായതിനു ശേഷം എസ് ജയശങ്കർ UAE-യിലേക്ക് നടത്തുന്ന 3ാം ഔദ്യോഗിക സന്ദർശനമെന്ന പ്രത്യേകതയും ഇത്തവണത്തെ സന്ദർശനത്തിനുണ്ടായിരുന്നു. അബുദാബി ഖസർ അൽ ബഹറിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. സാമ്പത്തിക, വാണിജ്യ, നിക്ഷേപ, സാംസ്കാരിക മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വിവിധ പ്രാദേശിക, അന്തർദേശീയ സംഭവ വികാസങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി UAE വാർത്താ ഏജൻസി വാം റിപ്പോർട്ട് ചെയ്തിരുന്നു. UAE-യും ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തം, സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ വിവിധ വശങ്ങൾ എന്നിവ മന്ത്രിയുടെ സന്ദർശനത്തിൽ ചർച്ചയായി. കൂടാതെ ഇരു രാജ്യങ്ങൾക്കും താൽപ്പര്യമുള്ള ഒട്ടേറെ അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച് അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും ജയശങ്കർ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി പങ്കാളിത്ത പദ്ധതികളെല്ലാം ചർച്ചകളിൽ വിഷയമായി. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെയും എസ് ജയശങ്കർ കണ്ടു. ദുബായുമായുള്ള ഇന്ത്യയുടെ ശക്തവും നിരന്തരവും വളർന്നുവരുന്നതുമായ സാമ്പത്തിക നയതന്ത്ര ബന്ധത്തെ ഇരുവരും പ്രശംസിച്ചു. ദുബായ് കിരീടാവകാശിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്ത് എസ് ജയശങ്കർ കൈമാറി. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ, UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് എന്നിവരെയും ജയശങ്കർ കണ്ടു. സാങ്കേതികവിദ്യ, പ്രതിരോധം, സുരക്ഷ, വിദ്യാഭ്യാസം, സംസ്കാരം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ വശങ്ങളും മന്ത്രിയുടെ സന്ദർശനത്തിനിടെ അവലോകനം ചെയ്തു. പ്രാദേശിക, ആഗോള വിഷയങ്ങളിൽ അഭിപ്രായങ്ങളും നേതാക്കൾ കൈമാറിയിട്ടുണ്ട്.
ആരോഗ്യരംഗത്തെ പുത്തൻ ചലനങ്ങൾ വെളിവാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ അറബ് ഹെൽത്ത് സമാപിച്ചത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന മേളയിൽ ഇന്ത്യയും സജീവ സാന്നിധ്യമായിരുന്നു. ഇത്തവണത്തെ അറബ് ഹെൽത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. അറബ് ഹെൽത്തിന്റെ 50ാമത് പതിപ്പിനാണ് ദുബായിൽ സമാപനമായിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ ആരോഗ്യരംഗത്തെ പുത്തൻ ചലനങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയാണ് ഇത്തവണത്തെ മേള വ്യത്യസ്തമായത്. ആരോഗ്യരംഗത്തെ നിക്ഷേപം ഭാവിയിലെ നിക്ഷേപമാണെന്ന് UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന കാഴ്ചകളായിരുന്നു മേളയിലെങ്ങും കാണാനായത്. ദുബായ് സെക്കൻഡ് ഉപഭരണാധികാരിയും ദുബായ് മീഡിയ കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ മക്തൂമാണ് 50ാമത് പതിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആരോഗ്യ പരിരക്ഷയുടെ സംഗമം എന്ന പ്രമേയത്തിലായിരുന്നു ഈ വർഷത്തെ അറബ് ഹെൽത്ത് നടന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് തൊഴിലവസരങ്ങൾ അറിയാൻ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചതുൾപ്പെടെ വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു ഇത്തവണത്തെ മേളയിൽ കാണാനായത്. ഓപ്പർച്യൂണിറ്റീസ് പ്ലാറ്റ്ഫോം എന്ന വെബ്സൈറ്റിലായിരിക്കും ഇനി ദുബായ് ആരോഗ്യ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുക. ഇടനിലക്കാരില്ലാതെ ജോലി നേടാനുള്ള പുതിയ അവസരമാണിതെന്ന് DHAയുടെ ഹെൽത്ത് ലൈസൻസിംഗ് അതോറിറ്റി ഡയറക്ടർ ഡോക്ടർ ഹിഷാം അൽ ഹമ്മാദി പറഞ്ഞു. സ്ഥിതിവിവര കണക്കുകൾ ഇനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ലഭിക്കുക. ആരോഗ്യ മേഖല സ്വദേശിവൽക്കരണത്തിന് കൂടുതൽ സഹായകരമാണ് ആപ്ലിക്കേഷനെന്നും ഡോക്ടർ ഹിഷാം വ്യക്തമാക്കി. മാറുന്ന കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രതിരോധത്തിനും സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിനുമാണ് മേളയ്ക്കെത്തിയ ഓരോ ആരോഗ്യ പ്രവർത്തകരും കൂടുതൽ ഊന്നൽ നൽകിയത്. ഇതിന്റെ ഭാഗമായി 2027ഓടെ റാസൽ ഖൈമയിൽ 209 കിടക്കകളുള്ള പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടക്കം പ്രവർത്തനക്ഷമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അറേബ്യൻ ഹെൽത്ത് കെയർ ഗ്രൂപ്പ്. Arab Health, as I said in the beginning, it is one of the largest shows, but it is going to become the largest soon. And this is one platform where you get to see everything pertaining to healthcare. Technology, design, architecture, digitization, hospital systems, accreditation systems. This is one platform where you get not only to see, but get to meet, also to network with people. Like just now, I got the opportunity to meet the medical MD of Microsoft, which is going big time into digitization. Imagine to get an appointment with such people will be beyond impossible. But this is the platform where such people are available willingly, not only to talk about, but to also guide you. That Arab Health has created a platform not only for this region, but people from India, people from Africa, people from Europe, coming over here and understanding, not only to sell their products, but also to see what advancements we have in this region. And tailor-made, and as Sir said, collaborate with these local companies and give something new to them. നിർമ്മിത ബുദ്ധി ആരോഗ്യ മേഖലയിൽ വളർത്തുന്ന വലിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്ന മേളയാണ് കടന്നുപോയത്. രോഗനിർണയവും ചികിത്സയും സുഗമമാക്കാൻ AI-യുടെ ഇടപെടൽ വഴിയൊരുക്കും. ആരോഗ്യരംഗത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. ഇത്തരത്തിൽ രോഗനിർണയത്തിന്റെയും ചികിത്സയുടെയും മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ കൂടി ചർച്ച ചെയ്താണ് അറബ് ഹെൽത്തിന്റെ പുതിയ പതിപ്പ് ശ്രദ്ധേയമായത്. Okay, so first, you know ChatGPT, right? It can tell us any information. We created something similar which will make to the patient is very easy. It's like first aid, everything related to the medical. Okay, so you will ask any question and it will tell you how to do first aid to that specific case, and it will provide a video and also a picture about it. Until the patient will wait to the ambulance, they can see how to deal with it, how to give a first aid. Anyone cannot type, they can speak to it. There is English, there is Arabic, but in the future there will increase more languages. As you can see here, there is instruction, and then there is a video, and then also there is a picture, okay? This one will help us in a lot of ways. First thing, it can decrease the number of cases, the minor cases who does not need an ambulance. Also, it will encourage patients who really need an ambulance to call the ambulance.
This is other technology. For this technology, instead of asking the patient, give me your ID, I will take 5 minutes to fill all the details. I will just, in one click, in 10 seconds, I will have all the patient details and I can send it to our system. ടെക്നോളജിയുടെ വളർച്ച ഓരോ നിമിഷവും വിസ്മയിപ്പിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇത്തരം സംവിധാനങ്ങൾ ആരോഗ്യരംഗത്ത് വലിയ സംഭാവന നൽകുമെന്ന് ഉറപ്പാണ്. AI ഉപയോഗിച്ച് സ്തനാർബുദം നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ഒരു നൂതന സംവിധാനവുമായാണ് UAE ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസ് എത്തിയത്. 30-നും 40-നും ഇടയിൽ പ്രായമുള്ളവരിൽ സ്തനാർബുദം കണ്ടെത്താനാണ് നിലവിൽ ഇത് ഉപയോഗിച്ചു വരുന്നത്. മാമോഗ്രാഫി ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്തനാർബുദം കണ്ടെത്താൻ കഴിയും. അതുവഴി അതിജീവനത്തിന് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുൾപ്പെടെ പ്രധാന ആരോഗ്യ സംരക്ഷണ പരിപാടിയിൽ EHS 19 നൂതന പ്രൊജക്ടുകളാണ് അവതരിപ്പിച്ചത്. രോഗങ്ങളെ വളരെ നേരത്തെ കണ്ടെത്തി ഇല്ലാതാക്കി ആരോഗ്യകരമായ ജീവിതം മനുഷ്യന് സാധ്യമാക്കാൻ കഴിയുന്ന കാലം വിദൂരമല്ലെന്ന് ഉറപ്പാക്കുകയാണ് ഇത്തരം കാഴ്ചകൾ. This examination, it is easy and fast and painless. It is not replacing the mammogram, but it is as complementary to the mammogram. So if we found any abnormality like tumor, we can do some other investigation like ultrasound or mammogram. We can do for any age group, but we started our initiative from 30 to 40. The first pillar is related to the family health and the community. Where we look at the newly introduced genetic premarital testing, and we continue the story. So we have the in utero gene editing, where patients who may be carrying mutations can have their genes edited in utero. Other interesting projects that we are presenting for the first time includes the artificial heart, where we're collaborating with Texas Heart Institute. Here we are modifying and improving our heart failure program, but at the same time the institute is working on transplanting artificial heart made from titanium. It's like a total heart, so it makes up for both ventricular function. എൺപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 3600ഓളം പ്രദർശകർ ഇത്തവണ മേളയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്നും നിരവധി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളും ഉൾപ്പെടെ പ്രദർശനത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. KSIDC, കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക്, കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു അറബ് ഹെൽത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം പങ്കെടുത്തത്. ഇവിടെ കുറേ ഡിവൈസസ് നമ്മൾ ഡിസൈൻ ചെയ്ത ഡിവൈസുകളുണ്ട്. അതായത് ഇപ്പോൾ ഒരു ബോഡിയിൽ വെയർ ചെയ്തുകൊണ്ട് പേഷ്യൻ്റ് മോണിറ്ററിങ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ, ഒരുപാട് ദിവസം 14 ദിവസമൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ECG പാച്ചുകൾ, പിന്നെ ഹോസ്പിറ്റൽസിന് പ്രൊവൈഡ് ചെയ്യുന്ന റിമോട്ട് മോണിറ്ററിങ്ങിന് ICUയിലുള്ള ഡേറ്റ കാണാനുള്ള ഡോക്ടേഴ്സിന് കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഡിവൈസുകളും അങ്ങനത്തെ സോഫ്റ്റ്വെയറാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 9 പേര് വന്നിട്ടുണ്ട് ഐഓർബിറ്റിൽ നിന്ന് തന്നെ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് മാക്സിമം അറിയുക, നമ്മൾ ടു ബിക്കം ദ വേൾഡ്സ് ബെസ്റ്റ്, നമ്മൾ അത് കണ്ടിരിക്കണമല്ലോ, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതോടൊപ്പം 4 ദിവസങ്ങളിലായി നടന്ന മേളയിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ, ചർച്ചകൾ, ചികിത്സാരംഗത്തും അനുബന്ധ മേഖലകളിലുമുള്ള വികാസങ്ങൾ വിലയിരുത്തുന്ന സെഷനുകൾ എന്നിവയെല്ലാം നടന്നു. ഇത്തവണ നൂറ്റാണ്ടിന്റെ ചരിത്രവുമായി എത്തിയ അറബ് ഹെൽത്ത് പുതിയ പേരിലായിരിക്കും ഇനി അടുത്ത വർഷം മുതൽ അറിയപ്പെടുക. ഇനി മുതൽ വേൾഡ് ഹെൽത്ത് എക്സ്പോ ദുബായ് എന്ന പേരിലായിരിക്കും അറബ് ഹെൽത്ത് അറിയപ്പെടുക. റോക്ക് ആർട്ടുകൾ എന്നും മനുഷ്യൻ്റെ ഇന്നലകളെക്കുറിച്ച് വെളിച്ചം വീശാൻ സഹായിക്കുന്നവയാണ്. സൗദി അറേബ്യയിലെ നിരവധി ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഇന്നലകളിൽ സൗദി അറേബ്യയിലെ ജനങ്ങൾ നടന്നു തീർത്ത വഴികളെക്കുറിച്ച് കൃത്യമായി വിവരം തരുന്ന റോക്ക് ആർട്ടുകളുള്ളത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. പർവ്വതങ്ങൾക്ക് മുകളിലെ അതിപുരാതന ലിഖിതങ്ങളും ചിത്രങ്ങളുമാണ് റോക്ക് ആർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഹായിൽ. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സൗദി അറേബ്യയിലെ 4ാമത്തെ പ്രദേശമാണ് ഇത്. ഹായിൽ മേഖലയിലെ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന 2 പർവ്വതങ്ങളിലാണ് റോക്ക് ആർട്ട് ദൃശ്യമാകുന്നത്.
ആദ്യത്തേത് ജുബ ഗ്രാമത്തിലെ സിൻമാൻ പർവ്വതമാണ്. രണ്ടാമത്തേത് റാത്തൽ ഷുവൈമിസിലെ അൽ മൻജോർ പർവ്വതവും. 8000 വർഷത്തെ ചരിത്രവും പാരമ്പര്യവുമാണ് ഇവിടെയുള്ള ശിലാലിഖിതങ്ങൾക്കുള്ളത്. അതിപുരാതന ജനവിഭാഗം പാറയുടെ ഉപരിതലത്തിൽ വരച്ച ലിഖിതങ്ങളാണിതെന്ന് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് പരിഗണിച്ചാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ പ്രദേശങ്ങൾ സ്ഥാനം പിടിച്ചത്. യുനെസ്കോ അംഗീകരിച്ചതോടെ സൗദി ടൂറിസം കമ്മീഷൻ ഈ പ്രദേശത്തിന് കൂടുതൽ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള റോക്ക് ആർട്ട് സംരക്ഷിക്കുകയും നിരീക്ഷിക്കുന്നതിന് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഹായിലിൽ കാണുന്ന ലിഖിതങ്ങൾ മനുഷ്യരുടെ സർഗപ്രതിഭ വ്യക്തമാക്കുന്നതാണ്. കല്ല് ചുറ്റികകൾ ഉപയോഗിച്ച് വിവിധ രീതികളിലാണ് റോക്ക് ആർട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ചില രചനകൾ പാരിസ്ഥിതിക വിപത്തുകൾക്കെതിരായ മനുഷ്യവംശത്തിന്റെ പ്രതിരോധം സൂചിപ്പിക്കുന്നവയാണെന്നും ഇവിടെ ഗവേഷണം നടത്തിയവർ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലായി 1500 റോക്ക് ആർട്ടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉനൈസയിലെ അൽ ഗദയിലും റോക്ക് ആർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ചരിത്രവും പൈതൃകവും അടയാളപ്പെടുത്തിയ ഇവിടുത്തെ റോക്ക് ആർട്ട് അൽഖദ പാർക്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ നീളത്തിൽ കറുത്ത പാറകളിൽ ആലേഖനം ചെയ്ത ശിലാരൂപങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനുഷ്യജീവിതങ്ങളും പക്ഷിമൃഗാദികളും ഇവിടെയുള്ള ചിത്രങ്ങളിൽ ദൃശ്യമാണ്. ഇവിടെയുള്ള ലിപികളും ദൃശ്യങ്ങളും ചിത്രപ്പണികളും ഗവേഷകർക്ക് ഇന്നും അത്ഭുതമാണ്. മാറിമറയുന്ന കാലാവസ്ഥയെ അതിജീവിച്ച് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും പാറക്കെട്ടുകളിൽ കൊത്തിവെച്ച കലാരൂപങ്ങൾ അത്ഭുതമാണ്. ഇവിടെ 1 മീറ്റർ നീളവും 12 സെന്റിമീറ്റർ വീതിയുമുള്ള ശിലാരേഖ അടുത്ത കാലത്ത് പര്യവേക്ഷകർ കണ്ടെത്തിയിരുന്നു. സൗദിയുടെ വടക്കൻ പ്രവിശ്യയായ അൽ ജൗഫിൽ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒട്ടകരൂപങ്ങൾ പാറകളിൽ കൊത്തിവെച്ചതും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളിൽ അവ്യക്തമായ ലിഖിതങ്ങളും ചിത്രങ്ങളുമാണെങ്കിൽ ഇവിടെ കാണുന്ന ഒട്ടകരൂപം ചിത്രകലയിലെ വൈഭവം വ്യക്തമാക്കുന്നതാണ്. പൂർണ്ണരൂപത്തിലുള്ള 11 ഒട്ടകങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. 2000 വർഷമെങ്കിലും പഴക്കമുള്ള ചിത്രങ്ങളാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അൽ ജൗഫ് ജോർദാൻ അതിർത്തിയായ ഈ പ്രദേശങ്ങളെ ഒട്ടകസ്ഥാനമെന്നും നാമകരണം ചെയ്തിട്ടുണ്ട്. മനുഷ്യവാസം അസാധ്യമായ ഒറ്റപ്പെട്ട മരുഭൂമിയിലെ മലകളിൽ ദൃശ്യമാകുന്ന ഇത്തരം സൃഷ്ടികൾ അത്ഭുതമാണെന്ന് ഫ്രഞ്ച് സയന്റിഫിക് റിസർച്ച് സെന്ററും സൗദി ടൂറിസം കമ്മീഷനും സംയുക്തമായി നടത്തിയ ഗവേഷക സംഘത്തിലെ ശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പൂർവികരുടെ ശേഷിപ്പുകൾ തേടി സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഖനനവും ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. മരുഭൂമിയിൽ ഒറ്റയായും കൂട്ടമായും കാണുന്ന പർവ്വതങ്ങൾ അത്ഭുതങ്ങളുടെ നിലവിളമാണ്. ഇവിടങ്ങളിൽ കൂടുതൽ ഗവേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇന്ന് പര്യവേഷകർ. അറബി ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.